ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ട അവരുടെ താരീഖുൽ ഇസ്ലാമിൻ്റെ ഷോർട്ട് നോട്ടുകളാണ്. അപ്പോൾ നമുക്കിന്ന് 12ാമത്തെ പാഠഭാഗം മുതലാണ്. ഇലാ സിന്ധി വൽ ഹിന്ദ്, സിന്ധിലേക്കും ഇന്ത്യയിലേക്കും എന്നർത്ഥം വരുന്ന പാഠം. എന്താണ് അവിടെ പറയുന്നത്? ഇസ്ലാം സിന്ധിലേക്കും ഇന്ത്യയിലേക്കും എത്തിയതിനെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിലൊന്നും ചരിത്രപരമായി സിന്ധി ജനവിഭാഗത്തിൻ്റെ സ്വദേശവുമാണ് സിന്ധ്. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിലൊന്നും ചരിത്രപരമായി സിന്ധി ജനവിഭാഗത്തിൻ്റെ സ്വദേശവുമാണ് സിന്ധ്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം പാകിയത് കേരളക്കരയിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ഹദീസിൽ ഇങ്ങനെ കാണാം എന്ന് പറഞ്ഞ പാഠഭാഗത്തിലൊരു ഹദീസ് വരുന്നുണ്ട്, മനസ്സിലാക്കുക. എന്താ പറയുന്നത് അവിടെ? അബി സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരു ഇന്ത്യൻ രാജാവ് ഒരു ഭരണി ഇഞ്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. നബി തങ്ങൾ അതിൽ നിന്നും സഹാബികൾക്ക് ഓരോ കഷ്ണം നൽകി. എനിക്കും ഒരു കഷ്ണം തന്നു. അബി സഈദിൻ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമാണ്. അപ്പം അത് മനസ്സിലാക്കുക. കേരളത്തിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ചേരമാൻ പെരുമാൾ. അദ്ദേഹം പിന്നെ സ്വീകരിച്ച പേര് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്തായ ചന്ദ്രൻ പിളർന്നതിന് കേരളത്തിൽ വെച്ച് സാക്ഷിയായ ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പോയ സംഭവം കേരള ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, മനസ്സിലാക്കുക. ഇന്ത്യൻ ഇസ്ലാമിക പ്രബോധനം നടത്തിയവർ: കച്ചവടക്കാര്, സൂഫിയാക്കൾ, പണ്ഡിതന്മാർ, സയ്യിദന്മാർ. ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയത് കച്ചവടക്കാർ, സൂഫിയാക്കൾ, പണ്ഡിതന്മാർ, സയ്യിദന്മാർ. ഇന്ത്യയിൽ ആദ്യ മുസ്ലിം ഭരണകൂടം കണ്ണൂരിലെ അറക്കൽ അലി രാജയുടേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം കണ്ണൂരിലെ അറക്കൽ അലി രാജയുടേതാണ്. ഇന്ത്യയിലെ ചില മുസ്ലിം ഭരണകൂടങ്ങൾ: ഗസ്നവി, ഗ്ലോറി, മുഗളർ, മൈസൂർ, ബീജാപ്പൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ഭരണകൂടം. ഇതൊക്കെയാണ് ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങൾ. പേരൊക്കെ പഠിക്കുക. നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ടിക്ക് ചെയ്യാൻ വന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു പേരൊക്കെയാണ് അതിൻ്റെ കൂടെ ഓപ്ഷനായിട്ട് തരിക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇന്ത്യയിലെ പ്രഗത്ഭരായ മുസ്ലിം സുൽത്താൻമാർ: സുൽത്താൻ അഹമ്മദ് ഷാഹ്, കുതുബുദ്ദീൻ ഐബക്ക്, ഔറംഗസീബ്, ഹൈദരലി, മകൻ ടിപ്പു സുൽത്താൻ. മനസ്സിലാക്കുക. AD 1001 ഹിജ്റ 392 മുഹമ്മദ് ഗസ്നവി ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിച്ചു. AD 1001 ഹിജ്റ 392 മുഹമ്മദ് ഗസ്നവി ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിച്ചു. വിവിധ ഭരണകൂടങ്ങൾ പിന്നീട് ഡൽഹി ആസ്ഥാനമായി ഭരണം നടത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ ഭരണം മുഗളന്മാരുടേതായിരുന്നു. 856 വർഷം നീണ്ടുനിന്ന ഇന്ത്യയിലെ മുസ്ലിം ഭരണം ബ്രിട്ടീഷ് അധിനിവേശത്തോടെ അവസാനിച്ചു. ബ്രിട്ടീഷ് അധിനിവേശത്തോടെയാണ് മുസ്ലിം ഭരണം ഇന്ത്യയിൽ അവസാനിച്ചത്. മുസ്ലിങ്ങളുടെ ഭരണം മൂലം ഇന്ത്യയിൽ വൻ പുരോഗതി നേടിയിട്ടുണ്ട്. രാജ്യം ഏകോപിതമായി പരസ്പരം പോരാടിയെന്ന നാട്ടുരാജ്യങ്ങൾ ഒരു ഭരണത്തിൻ്റെ കീഴിൽ ഏകോപിച്ചു. സമാധാനം നിലവിൽ വരികയും പുരോഗതിക്ക് സാഹചര്യമുണ്ടാവുകയും ചെയ്തു. മുസ്ലിം ഭരണം മൂലം. മുസ്ലിം ഭരണത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ അവിടെ പറയുന്നുണ്ട് പാഠത്തിൽ. സാർവത്രിക വിദ്യാഭ്യാസം, എല്ലാവരും വിദ്യ നേടണമെന്ന ഇസ്ലാമിക നിയമം നടപ്പാക്കി.
പിന്നെന്താ, പുറം ലോകവുമായുള്ള ബന്ധം, കടൽ മാർഗത്തിലൂടെ കച്ചവടം തുടങ്ങി. വ്യാവസായിക പുരോഗതി, വസ്ത്രനിർമ്മാണം, ഭക്ഷ്യ സംസ്കരണം, മൃഗസംരക്ഷണം, കൃഷി തുടങ്ങിയവയെല്ലാം നേട്ടമുണ്ടായി. സാമ്പത്തിക വളർച്ച, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി. GDP 25%. 2022 ഇന്ത്യയിലെ GDP കേവലം 7% മാത്രം. അപ്പോൾ പഴയ കാലത്ത് സാമ്പത്തിക വളർച്ച ശക്തിയായിരുന്നു, മനസ്സിലാക്കുക. നിർമ്മാണ മേഖലയിലെ വളർച്ച, കുതബ് മിനാർ, താജ്മഹൽ, ഡൽഹി ജുമാ മസ്ജിദ്, ചെങ്കോട്ട, സിക്രി, ചാർമിനാർ തുടങ്ങിയ മഹാമന്ദിരങ്ങൾ നിർമ്മിക്കപ്പെട്ടത് മുസ്ലിം ഭരണകാലത്താണ്. അപ്പോൾ ചോദ്യം വന്നിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യനിലൊക്കെ വന്നിട്ടുണ്ട്, മുസ്ലിം ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട മഹാമന്ദിരങ്ങളിൽ നിന്ന് 2 പേര് എഴുതാന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അറബി ഭാഷയുടെ പുരോഗതി, ഇന്ത്യയിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി. അറബി ഭാഷയെ സമ്പുഷ്ടമാക്കിയ നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭാഷകളുടെ പുരോഗതി, പ്രാദേശിക ഭാഷകളെല്ലാം പുരോഗതി പ്രാപിച്ചു. ഉറുദു എന്ന പുതിയ ഭാഷ ഉണ്ടായത് മുസ്ലിം ഭരണകാലത്താണ്. ഉറുദു എന്ന പുതിയ ഭാഷ ഉണ്ടായത് മുസ്ലിം ഭരണകാലത്താണ്. മാനവിക സമത്വം, ജാതിയിൽ നിന്നും സതി പോലുള്ള ദുരാചാരങ്ങളിൽ നിന്ന് മോചനമുണ്ടായി. തൊട്ടുകൂടായ്മ ഇല്ലാതായി. അതൊക്കെ മുസ്ലിം ഭരണകാലത്താണ്. സാംസ്കാരിക വളർച്ച, വസ്ത്രധാരണയിൽ മാറ്റമുണ്ടായി. സ്ത്രീകൾ മാറുമറയ്ക്കാൻ തുടങ്ങി. വൃത്തിയും ശുദ്ധിയും പുതിയ ഭക്ഷണ രീതിയും നിർമ്മാണ രീതിയും നിലവിൽ വന്നു. രാഷ്ട്ര പുരോഗതി, നിരവധി റോഡുകളും പാലങ്ങളും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായി. തപാൽ സമ്പ്രദായം നിലവിൽ വന്നു. ഉദ്യാനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്ഥാപിതമായി. അപ്പോൾ അതൊക്കെ മുസ്ലിം ഭരണകാലത്തുണ്ടായ നേട്ടങ്ങൾ. 5 വരി കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ 5 പോയിന്റ് നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. പിന്നെന്താണ്, മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യ രചിക്കപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ, അതിൻ്റെ ഗ്രന്ഥകർത്താക്കളും. അലി ഇബ്നു ഹുസാമുദ്ദീൻ, കൻസുൽ അമ്മാൽ അലി ഇബ്നു ഹുസാമുദ്ദീൻ. മാച്ച് ചെയ്യാൻ വരാം, മനസ്സിലാക്കുക. പിന്നെന്താണ്, നിലാമുദ്ദീൻ, എന്താണ്, ഫതാവൽ ഹിന്ദിയ. ഹുജ്ജത്തുല്ലാഹുൽ ബാലിയ, ഷാഹ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെത്. താജുൽ ഉറൂസ്, സയ്യിദ് മുർത്തല സുബൈദി റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. മുസ്ലിം ഭരണകാലത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും അതിൻ്റെ ഗ്രന്ഥകർത്താക്കളുടെ പേരുമാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് 12ാമത്തെ പാഠഭാഗം. നന്നായി മനസ്സിലാക്കുക. അടുത്ത 13ാമത്തെ പാഠം എന്താണ്, നഹ്ലത്തുൽ മുസ്ലിമീൻ. 13ാമത്തെ പാഠം, മുസ്ലിങ്ങളുടെ നവോത്ഥാനം, മുസ്ലിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ വൈജ്ഞാനികവും ആത്മീയവുമായ പുരോഗതിക്ക് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? സയ്യിദുമാർ, പണ്ഡിതന്മാർ, സൂഫിയാക്കൾ. വൈജ്ഞാനികവും ആത്മീയവുമായ പുരോഗതിക്ക് നേതൃത്വം നൽകിയവർ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, സൂഫികൾ. അടുത്ത്, മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ പ്രമുഖ സയ്യിദുമാർ ആരൊക്കെയാണ്? സയ്യിദ് ഖാജ മൊയ്നുദ്ദീൻ അജ്മീർ തങ്ങൾ, സയ്യിദ് കുതുബുദ്ദീൻ ബക്തിയാർ, സയ്യിദ് ഇബ്രാഹിം ബാദുഷ ഏർവാടി തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ഷരീഫ് അൽ മദനി ഉള്ളാൾ, സയ്യിദ് മമ്പുറം തങ്ങൾ. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. പ്രമുഖ സൂഫി വര്യന്മാർ ആരൊക്കെയാണ്? ഷെയ്ഖ് ഉമർ ഖാളി, ഷെയ്ഖ് ഷാഹുൽ ഹമീദ് നാഗൂർ ഉപ്പാപ്പ, ഷെയ്ഖ് അലിയുൽ കൂഫി. സൂഫി വര്യന്മാർ. അപ്പോൾ ഇതൊക്കെ ഓരോന്നും പ്രത്യേകം പേരുകൾ മാറാതെ തന്നെ പഠിക്കണം. പ്രമുഖ പണ്ഡിതന്മാർ: ഷെയ്ഖ് മഖ്ദൂം ഒന്നാമൻ, ഷെയ്ഖ് മഖ്ദൂം രണ്ടാമൻ, ഖാളി മുഹമ്മദ് സദാഖത്തുല്ലാഹിൽ
ഖാഹിരി. മനസ്സിലാക്കി പഠിക്കുക. മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിതമായ ലിപിയില്ലാത്ത സമയത്ത് മതപഠനം എളുപ്പമാക്കാൻ വേണ്ടി മലയാളം അറബി ഭാഷയിൽ എഴുതാൻ തുടങ്ങി. ഇങ്ങനെയാണ് അറബി മലയാളം ഉത്ഭവിക്കുന്നത്. നവോത്ഥാനത്തിന്റെ കാലത്താണ് അറബി മലയാളം ഉത്ഭവിച്ചത്. മനസ്സിലാക്കുക. അറബി മലയാളം ഉത്ഭവിച്ചത് മതപഠനം എളുപ്പമാക്കാൻ വേണ്ടി മലയാളം അറബി ഭാഷയിൽ എഴുതാൻ തുടങ്ങി. മനസ്സിലാക്കുക. അറബി മലയാളത്തിൽ നടന്ന രചനകൾ കഥ, കവിത, നോവല്, ചരിത്രം, പത്രമാസിക. അറബി മലയാളം പോലെ തന്നെ പ്രചാരം നേടിയ മറ്റു ലിപികളാണ് അറബി കന്നഡ, അറബി തമിഴ്, അറബി പഞ്ചാബി. അറബി കന്നഡ, അറബി തമിഴ്, അറബി പഞ്ചാബി. 1921 ഉടലെടുത്ത വഹാബിസം, സലഫി, മുജാഹിദ്, ഇസ്ലാഹി പ്രസ്ഥാനം. വഹാബി മൂവ്മെന്റ് കേരള മുസ്ലിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ. 1921 ഉടലെടുത്ത വഹാബി മൂവ്മെന്റിലൂടെ കേരള മുസ്ലിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? മുസ്ലിങ്ങൾക്കിടയിലുള്ള ഐക്യം തകർക്കപ്പെട്ടു, മുസ്ലിങ്ങളെ കാഫിറുകളും മുശ്രിക്കുകളുമായി ചിത്രീകരിച്ചു, മഹാന്മാരെയും മുൻകാല ഇമാമികളെയും അധിക്ഷേപിച്ചു, മുസ്ലിമുകളുടെ ധാർമ്മിക ബോധം നഷ്ടപ്പെടുത്തി. ഇതൊക്കെ വഹാബി മൂവ്മെന്റോടെയാണ്. മനസ്സിലാക്കുക. സലഫികളെ ചെറുത്തു നിൽക്കാൻ വേണ്ടി 1926 കേരള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമഅത്തുൽ ഉലമ രൂപം കൊണ്ടു. 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപം കൊണ്ടു. സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അപ്പൊ ഇത്രയും പോയിന്റുകൾ ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുക. പാഠത്തിന്റെ തദ്രിഭാഗത്തൊക്കെ നന്നായി മനസ്സിലാക്കുക. അപ്പൊ അതില് മാച്ച് ചെയ്യാൻ വന്നതൊക്കെ ഉണ്ട്, വരാവുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്, മാച്ച് ചെയ്യാൻ വരാവുന്ന, അതൊക്കെ നന്നായി മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് 14ാമത്തെ പാഠം എന്താണ്? അടുത്തത് 14ാമത്തെ പാഠം അൽ ഹർക്കത്തുൽ ഇസ്തിക്ലാലിയ, സ്വാതന്ത്ര്യ പ്രസ്ഥാനം. പാശ്ചാത്യരുടെ അധിനിവേശം ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് പാശ്ചാത്യരുടെ അധിനിവേശം. മനസ്സിലാക്കാം. പാശ്ചാത്യർ ഇന്ത്യയിൽ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ്? ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്ന ഇന്ത്യ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഏറ്റവും വലിയ ദരിദ്ര രാജ്യമായി മാറി. മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും പരസ്പരം ശത്രുക്കളാക്കി. ഇതിന് സഹായിക്കുന്ന നിയമങ്ങൾ പാസാക്കി. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ശത്രുക്കളാണെന്ന് വരുത്തും വിധം വ്യാജ ചരിത്രം എഴുതിയുണ്ടാക്കി. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന എക്കാലത്തെയും അവരുടെ അജണ്ട ഇവിടെ വലിയ രീതിയിൽ നടപ്പിലാക്കി. ഇന്ത്യ എന്ന വിശാല രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി മുറിച്ചു. രാജ്യങ്ങളുടെ ഈ ഒരു വിഭജനം സ്വാതന്ത്ര്യത്തിനു ശേഷവും പരസ്പരം പോരടിക്കാൻ കാരണമായി. രാജ്യത്തിൻ്റെ എല്ലാവിധ പുരോഗതിയും ഇതിലൂടെ തടസ്സപ്പെട്ടു. വലിയ രീതിയിലുള്ള നികുതി ചുമത്തിയും തദ്ദേശീയ വ്യവസായങ്ങളെ നശിപ്പിച്ചും സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലക്ക് വിറ്റും വിലപിടിച്ച പുരാവസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും എല്ലാം കൊള്ളയടിച്ചും അവർ വളരെയധികം സമ്പാദിച്ചു. രാജ്യത്തിലെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും രാജ്യത്തെ തകർക്കുകയും ചെയ്തു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വാർത്താവിനിമയ രംഗത്തും ഗതാഗത രംഗത്തും അവർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഒക്കെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. മനസ്സിലാക്കുക. പാശ്ചാത്യർക്ക് മുമ്പ് വന്ന മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യയെ സ്വന്തം രാജ്യമായി കണ്ടു. പാശ്ചാത്യർക്ക് മുമ്പ് ഇവരെ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളാണ്. അവർ സ്വന്തം രാജ്യമായിട്ടാണ് ഇന്ത്യയെ കണ്ടത്. മനസ്സിലാക്കുക. ഇവിടുത്തെ കച്ചവടങ്ങളുടെ നേതൃത്വം അവർക്ക് തന്നെയായിരുന്നു. 1857 വിപ്ലവത്തോടെയാണ് സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുന്നത്. 1857 വിപ്ലവത്തോടെയാണ് സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുന്നത്.
സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവർ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, മുഹമ്മദ് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം പ്രമുഖർ മമ്പുറം തങ്ങള്, ഉമർ ഖാലി, ഷൗക്കത്ത് അലി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന സമരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മലബാർ സമരം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്ന സമരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മലബാർ സമരം. മനസ്സിലാക്കാം. മാപ്പിള ലഹള എന്ന് ഇതിന് ബ്രിട്ടീഷുകാർ മുദ്ര കുത്തി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും നേതൃത്വം നൽകി. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായാണ് ഇത് നടന്നത്. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായാണ് ഇത് നടന്നത്. ഇന്ത്യയിൽ ഖിലാഫത്ത് മൂവ്മെന്റിന് നാഷണൽ കോൺഗ്രസ് പിന്തുണ നൽകി. ഇന്ത്യയിൽ ഖിലാഫത്ത് മൂവ്മെന്റിന് നാഷണൽ കോൺഗ്രസ് പിന്തുണ നൽകി. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും മലബാർ സന്ദർശിച്ചു. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും മലബാർ സന്ദർശിച്ചു. 1921 നടന്ന മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖർ ആലി മുസ്ലിയാർ, ചെമ്പ്രശ്ശേരി തങ്ങള്, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പാണക്കാട് ഹുസൈൻ തങ്ങള്, ഉണ്ണി മൂസ. അപ്പോൾ അതൊക്കെ പേരൊന്നും മാറിപ്പോവരുത്, മാച്ച് ചെയ്യാൻ വരാം. 1921 നടന്ന മലബാർ സമരം, അതിലേക്ക് ഇതിന്ന് ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിലെ പേര് വരും, പ്രമുഖരുടെ പേര് വരും. അപ്പം നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയണം. ആ രീതിയിൽ മനസ്സിലാക്കി പേരുകളൊക്കെ പഠിക്കുക. നവോത്ഥാനത്തെ കുറിച്ചിട്ട് എഴുതാനും കഴിയുന്ന രീതിയിൽ 5 പോയിന്റ് ഇതിൽ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത 15ാമത്തെ പാഠം ഹൈറു ഉമ്മത്ത്, ഉത്തമ സമുദായം. ലോകത്ത് പ്രബല മതമാണ് ഇസ്ലാം. ലോകത്തെ പ്രബല മതമായിരുന്നു ഇസ്ലാം. മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യങ്ങളെ 3ആയി തരംതിരിക്കാം. ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ, മുസ്ലിം അറബി രാഷ്ട്രങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രങ്ങൾ, ഇങ്ങനെ 3ആയി തിരിക്കാം. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷം 50ഓളം രാജ്യങ്ങൾ ലോകത്തുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമുള്ള 50ഓളം രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഇതിൽ 30ഓളം രാജ്യങ്ങളിൽ 90%-ലധികം മുസ്ലിങ്ങളാണ്. 30ഓളം രാജ്യങ്ങളിൽ 90%-ലധികം മുസ്ലിങ്ങളാണ്. ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, സൗദി അറേബ്യ. 20ഓളം രാജ്യങ്ങളിൽ 50 മുതൽ 80% വരെ മുസ്ലിങ്ങളുണ്ട്. 20ഓളം രാജ്യങ്ങളിൽ. മനസ്സിലാക്കുക. മുസ്ലിം ഭൂരിപക്ഷ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അസർബൈജാൻ, കസാക്കിസ്ഥാന്, ബോസ്നിയ, കൊസോവ, തുർക്കി, അൽബേനിയ. അപ്പോൾ 3 ഓപ്ഷൻ തന്നിട്ട് മുസ്ലിം യൂറോപ്യൻ ഭൂരിപക്ഷ രാഷ്ട്രം ഏതെന്ന് വെച്ചാൽ ഇതിന് ഏതെങ്കിലും ഒരു പേര് വന്നാൽ അതിൽ മനസ്സിലാക്കാൻ കഴിയണം. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യ. മുസ്ലിം അറബി രാഷ്ട്രങ്ങൾ, മുസ്ലിം അറബി രാഷ്ട്രങ്ങൾ. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാഷ്ട്രം ഇന്തോനേഷ്യ. മുസ്ലിം അറബി രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ലോകത്ത് 22 അറബി രാഷ്ട്രങ്ങളുണ്ട്. 22 അറബി രാഷ്ട്രങ്ങൾ. 22 12 ഏഷ്യൻ രാജ്യങ്ങളാണ്. 12 ഏഷ്യൻ രാജ്യങ്ങളും 10 ആഫ്രിക്കൻ രാജ്യങ്ങളുമാണ്. അപ്പോൾ ഏഷ്യൻ രാജ്യത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും. അതുപോലെ ആഫ്രിക്കൻ രാജ്യത്തിൽപ്പെട്ടത് മനസ്സിലാക്കുക. മുസ്ലിം ഏഷ്യൻ രാജ്യങ്ങൾ, മുസ്ലിം ആഫ്രിക്കൻ രാജ്യങ്ങൾ, മുസ്ലിങ്ങൾ കൂടുതലുള്ള മനസ്സിലാക്കുക. സൗദി അറേബ്യ, ഇറാഖ്, ഒമാന്, യമൻ, UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സിറിയ, ലെബനാൻ, ജോർദാൻ, ഫലസ്തീൻ. മുസ്ലിം അറബി രാഷ്ട്രങ്ങളിൽ ഉള്ള 12 ഏഷ്യൻ രാജ്യങ്ങളാണ് ഈ പറഞ്ഞത്. മനസ്സിലാക്കുക. അടുത്ത 10 ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ: ഈജിപ്ത്, ലിബിയ, കോമറോസ്, അൾജീരിയ, മൊറോക്കോ, ജിബുട്ടി, സോമാലിയ, മൗരിത്താനിയ, സുഡാന്, ടുണീഷ്യ. മനസ്സിലാക്കുക.
അടുത്ത മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രങ്ങൾ, മുസ്ലിങ്ങൾ കുറവുള്ള രാഷ്ട്രങ്ങൾ. മുസ്ലിം ന്യൂനപക്ഷ രാജ്യങ്ങളിൽ ജനസംഖ്യ കൊണ്ട് ഒന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ 20% ജനസംഖ്യ. മുസ്ലിം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. രണ്ടാമത് പാകിസ്ഥാന്, 3 ഇന്ത്യ. മുസ്ലിം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്തോനേഷ്യ, 2ാം സ്ഥാനം പാകിസ്ഥാന്, 3ാം സ്ഥാനം ഇന്ത്യ. മനസ്സിലാക്കുക. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു കണക്കെടുപ്പ്. ജമ്മു കാശ്മീരിൽ 69% മുസ്ലിങ്ങൾ, ആസാം 35%, പശ്ചിമ ബംഗാൾ 28%, കേരളം 27%, ഉത്തർപ്രദേശ് 20%, ബീഹാർ 17%. അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് പാശ്ചാത്യ ലോകത്തെ ഏറ്റവും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം. പാശ്ചാത്യ ലോകത്ത് ഏറ്റവും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം. ഭാഷ അറബി. വലിയ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ. ഫലസ്തീന് ഇസ്രായേൽ പട്ടാളം ആക്രമിക്കുന്നു. ഇസ്രായേൽ പട്ടാളം ആക്രമിക്കുന്നു. വലിയ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങളാണ് ഫലസ്തീനിലുള്ളത്. അതുപോലെ റോഹിംഗ്യൻ മ്യാൻമർ സർക്കാർ ആക്രമിക്കുന്നു. റോഹിംഗ്യയെ മ്യാൻമർ സർക്കാരാണ് ആക്രമിക്കുന്നത്. ഉയ്ക്കൂർ ചൈന ആക്രമിക്കുന്നു. അപ്പം മനസ്സിലാക്കുക. ലോകത്തെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വിവേചനം, സാംസ്കാരികാധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാശം, വർഗീയത. വിവേചനം, സാംസ്കാരികാധിനിവേശം, വിഭാഗീയത, വഹാബിസം, മതനിരാശം, വർഗീയത. ഇവ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവുമാണ് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള മാർഗം. ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവും. അവിടെ അല്ലാഹു താല പറയുന്ന ഒരു ആയത്ത് പറയുന്നുണ്ട്, മനസ്സിലാക്കുക. നിങ്ങളിൽ സത്യവിശ്വാസികളും അറിവുള്ളവരെയും അല്ലാഹു താല ഉന്നതങ്ങളിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പാഠഭാഗത്തിൻ്റെ തദ്രിഭാഗത്തൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. 15 പാഠത്തോടെ താരീഖ് പൂർത്തിയാകുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.